ട്രെയിന്, ദൂരം, വേഗത ഇതൊക്കെ പഠിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കേണ്ട ഫോർമുലാസാണിത്. വേഗത സ്പീഡ് സമയം ദൂരം ബൈ സമയം, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സമയം സമം ദൂരം ബൈ വേഗത, ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ദൂരം സമം വേഗത ഗുണം സമയം, ഡിസ്റ്റൻസ് സമം സ്പീഡ് ഇൻറ്റു ടൈം. ഇനി km/hനെ m/s ആക്കണമെങ്കിൽ 5/18 ഇട്ട് ഗുണിക്കുക. അതായത് ചെറിയ യൂണിറ്റാണ് m/s, ചെറുതാണെങ്കിൽ 5/18. m/s km/h ആക്കണമെങ്കിൽ വലിയ യൂണിറ്റ് ആക്കണമെങ്കിൽ 18/5 തിരിച്ചിട്ട് ഗുണിക്കുക. ശരാശരി വേഗത കാണാൻ ആകെ സഞ്ചരിച്ച ദൂരത്തെ ആകെ സഞ്ചരിച്ച സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി ഒരു ട്രെയിൻ ഒരു പാലത്തെ കടക്കുക, അല്ലെ പ്ലാറ്റ്ഫോം കടക്കുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ ട്രെയിനിൻ്റെ ദൂരവും ആ പാലത്തിൻ്റെ ദൂരവും കൂടെ കൂട്ടണം ആകെ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ. ഒരാളിനെയോ സിഗ്നലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ആ ഡിസ്റ്റൻസ്, ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് മാത്രം എടുത്താൽ മതി.